വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ഡിസംബർ ആകുമ്പോഴേക്ക് എങ്ങനെയാണ് നമ്മളുടെ എൻ്റയർ സിലബസ് കവർ ചെയ്യാന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. അതായത് ഒരു ദിവസം എത്ര അവേഴ്സ് പഠിച്ചാൽ നമുക്ക് ഓരോ ചാപ്റ്ററിനും എത്ര അവേഴ്സ് കിട്ടും. അതേപോലെ നമ്മൾ എല്ലാവരുടെയും ഒരു എയിമാണല്ലേ ഡിസംബർ ആകുമ്പോഴേക്കെങ്കിലും പോർഷൻസ് കംപ്ലീറ്റ് കവർ ചെയ്തിട്ട് ജനുവരി തൊട്ട് റിവിഷൻ ചെയ്യണം എന്നുള്ളത്. ഇപ്പോൾ ഡിസംബർ നടന്നില്ലെങ്കിലും ജനുവരി ആകുമ്പോഴേക്കെങ്കിലും കവർ ചെയ്യണം എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഇപ്പോൾ പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ എന്തായാലും അത് പോസിബിളാണ്. സോ നമുക്ക് നോക്കാം. നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 6 മന്ത്സ് ഉണ്ട്. ഡിസംബർ ആകുമ്പോഴേക്ക് 6 മന്ത്സിലേറെ ഉണ്ട്. പക്ഷേ നമുക്ക് ബാക്കി ദിവസങ്ങൾ എക്സ്ക്ലൂഡ് ചെയ്യാം. കാരണം എന്തെങ്കിലും ഫെസ്റ്റിവൽസോ അല്ലെങ്കിൽ നമുക്ക് പഠിക്കാൻ കഴിയാത്ത ദിവസങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനെ അത് എക്സ്ക്ലൂഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് 6 മന്ത്സാണ് ഉണ്ടാവുക. അപ്പോൾ നമ്മളൊരു ആവറേജ് ആയിട്ട് ഓരോ മാസത്തിലും 30 ഡേയ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ 6 × 30 180 ഡേയ്സാണ് നമുക്ക് കോണ്ടൻറ്റും കോൺസെപ്റ്റും ഓരോ ചാപ്റ്ററിലെയും പഠിക്കാനായിട്ട് ഉള്ളത്. സപ്പോസ് നിങ്ങൾ ഒരു ദിവസം 10 അവേഴ്സാണ് പഠിക്കണമെന്ന് വിചാരിക്കുക. ആദ്യം മേ ബി നിങ്ങൾ 5 or 6 അവേഴ്സ് വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിക്കുക. പിന്നെ ഗ്രാജുവലി അത് ഇൻക്രീസ് ചെയ്തിട്ട് ഒരു 12, 13, 14 അവേഴ്സ് ആ റേഞ്ചിലേക്ക് എത്തും. അപ്പോൾ എല്ലാത്തിനും കൂടി ആവറേജ് എടുത്തിട്ടാണ് ഞാൻ ഈ 10 അവേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ കൺസിസ്റ്റൻസി എന്ന് പറയുമ്പോൾ നിങ്ങൾ എല്ലാ ദിവസവും കറക്റ്റ് 10 മണിക്കൂർ, ആ 10 മണിക്കൂർ കഴിഞ്ഞാൽ പഠിത്തം നിർത്തും, അങ്ങനെയല്ല. ചിലപ്പോൾ ചെറിയ വേരിയേഷൻസ് ഒക്കെ വരും. 8 മണിക്കൂറാവും, 11 ആവും, അതിലൊന്നും പ്രശ്നമില്ല. നമ്മൾ ഒരു ദിവസം 20 മണിക്കൂർ പഠിച്ചോ അടുത്ത ദിവസം ഫുള്ള് കടന്നുറങ്ങി, അതിൻ്റെ ആവശ്യമില്ല. എല്ലാ ദിവസവും ഒരേ പേസിൽ പോകണം. ഓക്കെ, അതാണ് ഈ ആവറേജ് എന്നുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇങ്ങനെ 10 മണിക്കൂർ പഠിക്കാന്നുണ്ടെങ്കിൽ നമുക്ക് ടോട്ടൽ 1800 അവേഴ്സാണ് 80 ചാപ്റ്റേഴ്സ് പഠിക്കാൻ നമുക്ക് കിട്ടുക. ഓക്കെ, നിങ്ങളുടെ കണക്കിൽ ചിലപ്പോൾ 81, 82 ചാപ്റ്റേഴ്സ് ഉണ്ടാവും. ചില ചാപ്റ്റേഴ്സ് കമ്പൈൻ ചെയ്തിട്ടാണ് ഞാൻ 80 ചാപ്റ്റേഴ്സ് പറഞ്ഞത് കേട്ടോ. ഓക്കെ, അപ്പോൾ അങ്ങനെ ആവുമ്പോൾ ഒരു സിംഗിൾ ചാപ്റ്റർ പഠിക്കാൻ നമുക്ക് എത്ര ടൈം കിട്ടും എന്നാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ കാൽക്കുലേഷൻ നോക്കിയാൽ 1800 ഡിവൈഡ് ബൈ 80, അതായത് ഒരു ചാപ്റ്ററിന് 22.5 അവേഴ്സ് കിട്ടും. ചില ബയോളജി ചാപ്റ്റേഴ്സ് പഠിക്കാൻ അത്ര ടൈമിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഓരോ ചാപ്റ്റേഴ്സിനും അത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യാം. ഇത് വെറും ആവറേജ് കണക്കാണ്. ഇനിയിപ്പോൾ നിങ്ങൾ ഇങ്ങനെ നല്ല ട്രാക്കിൽ ഓൾറെഡി കയറി 12 അവേഴ്സ് ഒരു ദിവസം പഠിക്കാൻ കഴിയുമെന്ന് വിചാരിക്കുക. അങ്ങനെ ആകുമ്പോൾ 180 × 12, അതായത് ഫുൾ കംപ്ലീറ്റ് പഠിക്കാൻ 2160 അവേഴ്സാണ് നിങ്ങൾക്ക് കിട്ടുക. അപ്പോൾ ഒരു സിംഗിൾ ചാപ്റ്റർ പഠിക്കാൻ 2160 ഡിവൈഡഡ് ബൈ 80, അതായത് 27 അവേഴ്സാണ് ഒരു ചാപ്റ്ററിന് കിട്ടുക. അതൊരു നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ബോണസാണല്ലേ. പറഞ്ഞു വന്നത് ബയോളജിക്ക് മേ ബി നിങ്ങൾക്ക് 22.5 അല്ലെങ്കിൽ 27 അവേഴ്സിൻ്റെ ഒന്നും ആവശ്യം വരില്ല ചില ചാപ്റ്റേഴ്സിന് കേട്ടോ. എന്നാൽ അതേസമയം നല്ല സ്ട്രെസ് ചെയ്ത് നോക്കേണ്ട ചാപ്റ്റേഴ്സ് ഉണ്ടാവും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ജെനറ്റിക്സോ അല്ലെങ്കിൽ ബയോടെക്നോളജിയോ, നിങ്ങൾക്ക് ഓരോരുത്തർക്ക് അത് ഡിപ്പെൻഡ്സില്ലേ. ചിലവർക്ക് അനിമൽ കിങ്ഡം ആവും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ അതിൻ്റെ ടൈമൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതേപോലെ ഫിസിക്സിനും കെമിസ്ട്രിക്കും ഒക്കെ മേ ബി കൂടുതൽ ടൈം വേണ്ടി വരും. അപ്പോൾ ചില ബയോളജി ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് റിവൈസ് ചെയ്യാനേ ഉണ്ടാവുള്ളൂ, അതായത് ലാസ്റ്റ് ഇയർ പഠിച്ചതോ അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിൻ്റെ ടൈം നമ്മൾ ഈ ഫിസിക്സിനും കെമിസ്ട്രിക്കും അലോട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻസും പ്രാക്ടീസ് ചെയ്യുക. ബയോളജി അല്ലേ, അതൊക്കെ സിമ്പിളാണ് വെച്ച് വിട്ട് കളയാൻ നിൽക്കരുത്. എല്ലാത്തിനും അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് മനസ്സിലാക്കുക. പിന്നെ അതേപോലെ ഫിസിക്സും കെമിസ്ട്രി എന്ത് ചെയ്യുക, നോട്ട് നല്ല വൃത്തിക്ക് എഴുതുക. ഇപ്പോൾ ക്ലാസ് വേഗം കണ്ടു തീർക്കണ്ടേ, എത്ര ടൈമല്ലേ ഉള്ളൂ വിചാരിച്ചിട്ട് നോട്ടൊക്കെ അങ്ങനെ ഇങ്ങനെ എഴുതിയിട്ട് അതുകൊണ്ട് കാര്യമില്ല. അപ്പോൾ നമുക്ക് വീണ്ടും ക്ലാസ് കാണേണ്ട ഒരു അവസരം അവിടെ വരും. അതിനുള്ള ഇട വരുത്തരുത്. നമ്മൾ കാണുന്നത് നല്ല വൃത്തിക്ക് കണ്ട് നോട്ട് നല്ല സെറ്റായി എഴുതുക. പിന്നെ ബാക്കി ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ചെയ്യുക. പിന്നെ അതിന് പുറമെ നിങ്ങൾ എല്ലാ സൺഡേ മോക്ക് എഴുതാൻ കുറച്ച് എക്സ്ട്രാ ടൈം കണ്ടെത്തുക. പിന്നെ നമുക്ക് ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ 4 മന്ത്സാണ് എന്തിനു കിട്ടുക, റിവിഷന് വേണ്ടിയിട്ട് കിട്ടുന്നത്. അപ്പോൾ ആ ടൈമിൽ നമുക്ക് ഇനി ഇൻ കേസ് പെൻഡിങ് ഒക്കെ വന്നാൽ അത് നമുക്ക് അപ്പോൾ കവർ ചെയ്യാം. പിന്നെ അതേപോലെ റിവിഷനും കൂടുതൽ ക്വസ്റ്റ്യൻസിൻ്റെ പ്രാക്ടീസൊക്കെ ആ ടൈമിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. എന്നും വിചാരിച്ച് ഇപ്പോൾ ക്വസ്റ്റ്യൻസ് ചെയ്യേണ്ടതല്ല, ഇപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്താലേ നിങ്ങൾക്ക് ആ പ്രാക്ടീസ് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ആ സ്പീഡും കാര്യങ്ങളും, അതായത് ഇത്ര ടൈം കൊണ്ട് നമുക്ക് ടൈം ലിമിറ്റേഷൻ ഉണ്ടല്ലോ, അപ്പോൾ ആ ടൈം കൊണ്ട് നമുക്ക് തീർക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്യണം. ക്ലാസ്സിൽ ചെയ്യുന്ന പ്രോബ്ലംസും PYQs ഒക്കെ എന്തായാലും ചെയ്യാം. പിന്നെ NCERT ക്വസ്റ്റ്യൻസ് ഉണ്ടാവില്ല, സോൾഡ് എക്സാമ്പിൾസ്, അതൊക്കെ ചെയ്യാൻ ശ്രമിക്കുക. എത്രത്തോളം പറ്റും അത്രത്തോളം ചെയ്യാം. ഇപ്പോൾ തീരെ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്ന് വിചാരിച്ച് ടെൻഷനാവാൻ നിൽക്കേണ്ട ആവശ്യമില്ല. എല്ലാത്തിനും ടൈം നമുക്കുണ്ട് ഇപ്പോൾ കയ്യിൽ. നമ്മൾ വൃത്തിക്ക് ഇരുന്ന് പഠിച്ചാൽ മതി. ജനുവരി തൊട്ട് നിങ്ങൾക്ക് റിവിഷൻ സ്റ്റാർട്ട് ചെയ്യാൻ കഴിയാമെന്നുണ്ടെങ്കിൽ ഒരു ദിവസം 12 അവേഴ്സ് പഠിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ഓരോ ചാപ്റ്റർ റിവൈസ് ചെയ്യാനും 18 അവേഴ്സ് കിട്ടും. ഞാൻ പറഞ്ഞ പോലെ ബയോളജിക്ക് അത്രയൊന്നും ആവശ്യം വരാൻ ചാൻസ് ഇല്ല.
അപ്പോൾ നിങ്ങൾക്ക് ഫിസിക്സും കെമിസ്ട്രിയും റിവൈസ് ചെയ്യാൻ കൂടുതൽ ടൈം കിട്ടും. ഇൻ കേസ് പെൻഡിങ് ആയാൽ അതും തീർക്കാനുള്ള ടൈമും കിട്ടും. റിവിഷൻ പ്ലാനൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിനനുസരിച്ച് പോയാൽ മതി. ഇപ്പോൾ ലൈവ് ഉള്ളത് മിസ്സാക്കാതെ കണ്ടുപോവുക. പെൻഡിങ് അതിൻ്റെ ഇടയിൽ തീർക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് തീർക്കുക. പെൻഡിങ് ആവാതെ നോക്കണതാണ് ഏറ്റവും ബെസ്റ്റ്, അല്ലെങ്കിൽ അത് ലാസ്റ്റ് ഒരു തലവേദനയായി മാറും. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ ഒക്കെ കിട്ടി കാണുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് ഡു സബ്സ്ക്രൈബ്. താങ്ക് യു.